ഇനിയിപ്പോൾ ചെയ്യണമെന്ന് തോന്നിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ കുറേ ചെയ്തു, ഇനി മനസ്സിലൊരു ആഗ്രഹമുള്ള കഥാപാത്രം ഏത് രീതിക്കുള്ള കഥാപാത്രമായിരിക്കും? എനിക്ക് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞു. പക്ഷെ എൻ്റെ ഈ മോഹമൊക്കെ വെച്ചിട്ട് അവർ തരുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ്. പക്ഷെ എന്ന് വെച്ചാൽ മറ്റേ വാളെടുത്ത് വെട്ടുന്ന മറ്റേ സ്റ്റണ്ട് അങ്ങനെയല്ല. ഈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരുന്നിട്ട് നെഗറ്റീവ് ഷെയ്ഡ് വരില്ലേ തമിഴിലെ മറ്റേ രമ്യ കൃഷ്ണൻ അവർ ചെയ്ത പോലത്തെ നീലാംബരി അല്ലേ ക്യാരക്ടറിൻ്റെ പേര് നീലാംബരി, അതുപോലത്തേക്ക് അത്തരം. പക്ഷെ നമ്മുടെ മലയാളത്തിൽ കുറവാണെന്നാണ് തോന്നുന്നത്. നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല മലയാളത്തിൽ. തമിഴിൽ സ്കോപ്പ് ഉണ്ട് അതിന്. മലയാളത്തിൽ വലിയ പാടാണ്. തമിഴിൽ സ്കോപ്പ് ഉണ്ട്. തമിഴ് തെലുങ്കൊക്കെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. ഈ ഇന്റർവ്യൂ തമിഴിലോട്ടൊക്കെ വിടാൻ വല്ല ചാൻസ് ഉണ്ട്? ഇവനെല്ലാം കേൾക്കുന്നു, തമിഴ്നാട് ഇവനെല്ലാം കേട്ട് ഇവന് ട്രാൻസ്ലേറ്റ് തമിഴാണോ നീ? തമിഴാ, ശരി. അപ്പൊ അവൻ അത് കറക്റ്റ് എഴുതിക്കോളൂ. ഇത് ഇന്റർവ്യൂ എന്നിട്ട് അതിന്റെ ടൈറ്റിലൊക്കെ വെച്ച് ഇവനെ കൊണ്ട് സബ് ടൈറ്റിൽ കൊടുത്ത് വിടണേ. കേട്ടല്ലോ സതീഷ, സബ് ടൈറ്റിൽ വെച്ച് കൊടുക്കണം. ഇനിയുള്ള ഒരു യാത്രയിൽ കൂടെ കൂട്ടാനും കൂടെ ചെയ്യാനും ആരോടൊപ്പമുള്ള യാത്രയ്ക്കാണ് ഇഷ്ടം? നാളെ ആരൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പ്രിപ്പയർഡാണ്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തോളാം. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനാണ് എനിക്ക് താല്പര്യമല്ല, ഞാൻ പ്രിപ്പയർഡാണ്. ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പോൾ നമുക്കറിയില്ല, മോളൊക്കെ നമ്മളെ ഇപ്പോൾ ഫ്ലാറ്റ് എടുത്ത് ഇപ്പം സുജിത്ത് ഇവിടെ കൊച്ചിയിൽ, ഞാൻ ട്രിവാൻഡ്രത്തും ഒക്കെ ഓരോ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നും വന്ന് നിൽക്കുമോ അവർ പോകുന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അവരൊക്കെ ഇപ്പം വെളിയിൽ പോയി സെറ്റിൽ ആവണം എന്നൊക്കെ പറയുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇവിടത്തെക്കാട്ടിലും സ്കോപ്പ് ഉണ്ട് വെളിയിൽ ജോലിക്ക്, സേഫ്റ്റി ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ കുട്ടികളൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെടുത്തപ്പോൾ തന്നെ അവൾ പറഞ്ഞ്, അമ്മ ഞാൻ അവിടെ ഒന്ന് സെറ്റിൽ ചെയ്യില്ലെന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കില്ലേ, അമ്മയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിക്കോ. ഇത് തന്നെയാണ് അവളുടെ അച്ഛൻ്റെ അടുത്ത് അവൾ പറഞ്ഞത്. അപ്പം നാളെ അവൾ നമ്മുടെ കൂടെ ഉണ്ടാവുമോ? ഇപ്പം പറയുന്നുണ്ട്, ഞാൻ അവിടെ ചെന്ന് അത് വീടുണ്ടാക്കി അങ്ങനെ ചെയ്ത് സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കും, അത് അമ്മ അവിടെ വന്ന് നിൽക്കണം എന്ന് പറയുന്നത് സന്തോഷം. പക്ഷെ അങ്ങനെ ഉണ്ടാവുമോ? അവർക്ക് ഫാമിലി ഉണ്ടാവും, അവരെ നോക്കണം. അപ്പോൾ അതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ജീവിക്കാൻ പ്രാപ്തരാവുക, തന്നെ ജീവിക്കാൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. അതാണ്. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവണം, നമുക്ക് എന്തെങ്കിലും പറയാൻ കുറച്ച് ആളുകൾ വേണം. ഫ്രണ്ട്സ് ഉണ്ടാവണം, അവരുണ്ടാവണം. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടെ ഓരോ ഫ്ലാറ്റും കെട്ടാൻ, അവിടെ ജീവിക്കാം. എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് ജീവിച്ചു കഴിഞ്ഞാലേ, ഒരു ജോലിക്കാരിയും വെച്ചാൽ പാർട്ട് ടൈമിൽ എല്ലാവരും ജോലിയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോഴേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഫോറിനേഴ്സ് അങ്ങനെയാണല്ലോ, കാശ് ഉണ്ടാക്കിയിട്ടിട്ട് അവര് ആ കാശ് ട്രാവൽ ചെയ്ത് കളയുക, അവർ ജീവിച്ച് കളയാന്ന് പറയും. അവരൊരു പ്രായം വരെ സമ്പാദിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അവർ മക്കളുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് ആ സേവിങ്സ് വെച്ചിട്ട് അവർ അടിച്ചു പൊളിക്കാന്നുള്ളതാണ്. ആ രീതി ഞാനൊന്ന് ഫ്രണ്ട്സ് ഒക്കെ കൂടി ആലോചിക്കുന്നുണ്ട്. 10-12 ഒരു മാക്സിമം 15 വർഷവും കൂടെ ഞാൻ അതുവരെ ജീവിച്ചിരിക്കുവാണെങ്കിൽ ഇങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഉണ്ടാക്കി. ലാലേട്ടനിൽ നിന്നും എന്തെങ്കിലും ഉപദേശം കിട്ടുന്നുണ്ടോ? ലാലേട്ടനിൽ നിന്നും എന്തെങ്കിലും സംസാരം ഓർത്തിരിക്കുന്നുണ്ടോ? ലാലേട്ടൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും? ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ലാലേട്ടൻ ഭയങ്കര ഇതാണ്. ലാലേട്ടനിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്, കൃത്യസമയം പാലിക്കുക എന്ന് പറയുന്നത്. ലാലേട്ടൻ കൃത്യനിഷ്ഠ എന്നതിലുപരി സമയത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് കേട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഈ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 9 മണിക്ക് ആങ്ങി തൂങ്ങി ചെല്ലുമ്പം 8:30 പുള്ളി അവിടെ വന്നിരിപ്പുണ്ടാവും. അതൊരു കാരണം ലാലേട്ടൻ അവിടെ വന്ന് ബാക്കിയുള്ള ചിന്തിക്കുന്നത്, അയ്യോ ലാലേട്ടൻ 8:30 വന്നു, നമ്മൾ പോയില്ലേ മോശമല്ലേ എന്ന് വെച്ചാൽ എല്ലാവരും വരും. അതിനുള്ള ട്രിക്കായിരുന്നു എന്ന് തോന്നുന്നു. മമ്മൂക്ക ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഒരുപാട് പേരെ ഇപ്പം ലാലേട്ടനെ ഇഷ്ടമാണ്, എല്ലാവരെയും ഇഷ്ടമാണ്. പക്ഷെ പണ്ട് തൊട്ടേ ഞാൻ മമ്മൂക്കയുടെ ഒരു ഹാർഡ് കോർ ഫാനാണ്. അപ്പം ഞാൻ അതിനടുത്തും പറഞ്ഞിട്ടുമില്ല, ഞാനത് പ്രകടിപ്പിക്കാറുമില്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സംസാരിക്കാറുമില്ല. അങ്ങനെയല്ല ഞാൻ ഭയങ്കര ഫാനാണ്, അയ്യോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലും. ഞാനൊരു ഹാർഡ് കോർ ഫാനാണ്. മമ്മൂക്ക പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇത് സിനിമ കിട്ടുമ്പോഴേ ഉള്ളൂ, കിട്ടുന്ന സിനിമകൾ ചെയ്യുക, നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ നല്ലത് വരണം എന്നില്ല എന്ന് നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഒക്കെ നമുക്കിങ്ങനെ മാറിയൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ, നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ചൊക്കെ ഇരിക്കാനായിരിക്കും, ചിലപ്പോൾ വിഷമിച്ചിരിക്കായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാം,
എന്താന്ന് ചോദിക്കും, കൃത്യമായിട്ട് ചോദിച്ച് പിന്നെ ഒരു തമാശയൊക്കെ പറഞ്ഞ്. പണ്ട് എനിക്ക് പേടിയായിരുന്നു മമ്മൂക്കെ. ഇപ്പം ഭയങ്കര കൂളും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം നമുക്കും ഈ പറഞ്ഞ പോലെ ഈ രണ്ടുപേരിലുള്ള വ്യത്യാസമാണ് ഈ പറഞ്ഞത്. രണ്ടുപേരും രണ്ട് രീതിയിൽ നല്ലതാണ്. പക്ഷെ ഒരു ഫാൻ അല്ലെ ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ ഞാൻ മമ്മൂക്ക ഫാനാണ്. അതുകൊട്ടെ മമ്മൂക്ക ഫാനാണ്. ഇപ്പോൾ ഉള്ള സിനിമകളൊക്കെ കാണാറില്ലേ? എന്നാൽ എനിക്ക് ശ്രീനിയേട്ടനാണ് ഏറ്റവും വലിയ ഇഷ്ടം. അതും പറയാലോ. ശ്രീനിയേട്ടൻ വേറെ രീതിക്കാണ്. പിന്നെ ശ്രീനിയേട്ടൻ വേറെയാണ്. ശ്രീനിയേട്ടൻ, ഇന്ദ്രേട്ടൻ, അതൊക്കെ വേറെ ലെവലാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.